തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് ഉൾപ്പെടെ നിരവധി പോസ്റ്റുകളിലേക്ക് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് വന്നിരുന്നു. ഇപ്പോൾ ഇതിന്റെ അപേക്ഷകരുടെ എണ്ണം പുറത്തു വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷകരാണ് എഴുതിയിട്ടുള്ളത് എന്നതിന്റെ RTA റിപ്ലൈയും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 113 വേക്കൻസികളിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD എന്ന് പറയുന്ന ഒരു സ്വപ്ന ജോലിക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഒരുപാട് കുട്ടികൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ച കുട്ടികളുടെ മുഖത്ത് കരിവാരി തേച്ചുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുകയാണ്. അതിനകത്തിൽ തൊട്ടു മുമ്പത്തെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC ആയിരുന്നുവെങ്കിൽ, അതായത് 10ാം ക്ലാസ് ആയിരുന്നുവെങ്കിൽ ആ യോഗ്യത പരിഷ്കരിച്ച് +2+ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ് സർട്ടിഫിക്കറ്റ് എന്നാക്കി. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും മികച്ച കുറെ അധികം ഉദ്യോഗാർത്ഥികളെ ദേവസ്വം ബോർഡിലെ ജോലിക്ക് വേണ്ടി കിട്ടാമായിരുന്ന സാഹചര്യത്ത്, ഒരുപാട് കുട്ടികൾ അപേക്ഷ നൽകേണ്ടിയിരുന്ന സാഹചര്യത്ത് ആ അപേക്ഷ വെറും 15,392 പേരിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അത് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയാണ്. കാരണം വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഇന്നൊരു മാനദണ്ഡമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ ആളുകൾക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ലാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ വളരെ വിരളമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതേപോലെ തന്നെ ഒരു സമീപനം ഉണ്ടായത്. തികച്ചും വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ്. അതിന്റെ റിസൾട്ടാണിത്. അതായത് 113 നിയമന ഒഴിവുകൾ നിലവിലുണ്ട്. ഇനിയും ഈ നിയമനം ഒഴിവുകൾ കൂടാ 150-ലധികം നിയമനങ്ങൾ വരാൻ പോകുന്ന ഒരു പോസ്റ്റാണ്. പക്ഷേ അതിലേക്ക് അപേക്ഷ നൽകിയവരുടെ എണ്ണം വെറും 15,392 പേര് മാത്രമാണ്. അപ്പൊ കോമ്പറ്റീഷൻ ആക്ച്വലി എങ്ങനെയായി എന്നൊന്ന് പരിശോധിച്ചേ. അതായത് 15,000 ഡിവൈഡഡ് ബൈ 150 പരിശോധിക്കുകയാണ് എങ്കിൽ ഈ പൂജ്യം വെട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒന്നിടുകയാണെങ്കിൽ 100. അതായത് ഒരു വേക്കൻസിക്ക് വേണ്ടി വെറും 100 പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ആപ്ലിക്കേഷൻ കൊടുത്തവരിൽ കുറെ റിജക്റ്റ് ആവും, കുറച്ചു പേരെ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു എക്സാമിന് ആക്ച്വലി അറ്റൻഡ് ചെയ്യാനായിട്ട് കാണുള്ളൂ. അപ്പം നിലവിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് വളരെ ഉപയോഗപ്പെടാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. കോമ്പറ്റീഷന്റെ നിലവാരം കുറയാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. 15,392 പേര് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. അപ്പം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ അവർ നിർബന്ധമായും കട്ടക്ക് പഠിച്ചോളാം, ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഈ ജോലി തീർച്ചയായിട്ടും കിട്ടും. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയവർ തീർച്ചയായിട്ടും നമുക്കും നിങ്ങളോടൊപ്പം വിഷമമുണ്ട്. അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ അതിനുവേണ്ടി കുറെ അധികം വർക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർ നോട്ട്സ് അതിനുവേണ്ടി കുറെ അധികം വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് അറിവുള്ളതാണ്. ഇവിടെ നമ്മുടെ തൊഴിൽ വീതിയിൽ വന്ന വാർത്ത ഇതാണ്. തിരുവിതാംകൂർ ദേവസ്വം LDC 15,392 അപേക്ഷകർ മാത്രം എന്നുള്ളതാണ്. ഇത് വായിച്ചു വരുമ്പോൾ മനസ്സിലാകും, തിരുവിതാംകൂർ ദേവസ്വം LDC അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന അപേക്ഷകരുടെ എണ്ണമാണ് കുറഞ്ഞത്. 15,392 ആയിട്ട് കുറഞ്ഞു. അത് മാത്രവുമല്ല, ഗുരുവായൂർ, കൂടൽമാണിക്യം ഉൾപ്പെടെയുള്ള മറ്റു ദേവസ്വം ബോർഡുകളിലും LD ക്ലർക്കിന്റെ യോഗ്യത കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. +2 വിജയത്തിനൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ബാധ്യത എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞത്. മറ്റ് പോസ്റ്റുകളിലേക്കും കൊടുത്തിട്ടുണ്ട്. പിയൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ്. 13,355 പേരേ ഉള്ളൂ. ഒരു വിശ്വാസ്യതയിൽ ഒരു കുറവ് കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തോടൊരു വിശ്വാസ്യത കുറവ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുക. 13,355 പേരാണ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തത്, പിയൂൺ പോസ്റ്റിലേക്ക്. ഇനിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ലർക്ക് ആണെങ്കിൽ 4,837 പേര്, പ്രൈമറി ടീച്ചർ 978, ശാന്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് 525, കഴകം കൊച്ചിൻ ദേവസ്വം ബോർഡ് 466 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിലാണ് നിലവിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലും താൽക്കാലിക ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഓരോ വർഷത്തിനും 1 മാർക്ക് ഗ്രേസ് മാർക്ക് വീതം 10 മാർക്കോളം ഗ്രേസ് മാർക്ക് നൽകുന്നു എന്നുള്ള ഒരു വാർത്ത തൊട്ട് മുമ്പ് നമ്മൾ കേട്ടതാണ്. അപ്പം ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നമ്മുടെ തൊഴിൽ വാർത്തയിലാണെങ്കിൽ അവിടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപേക്ഷകരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു എന്ന നിലയ്ക്ക് 15,392 അപേക്ഷകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇതിലെല്ലാം രത്നചുരുക്കമായി നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ഇതാണ്. ഇനിയും വരാൻ പോകുന്നൊരു പ്രശ്നം, വളരെ ചെറിയൊരു ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും ഇടാൻ പോവുക. അപ്പം നിലവിലുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ കഴിയാത്തതുപോലെ, കഴിഞ്ഞ തവണ 1.5 വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റ് പൂർത്തിയായി, അതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങളുടെ മുൻപിൽ ഇനിയും പരീക്ഷയ്ക്ക് ഒരു 3 മാസത്തിനകത്ത് മാത്രം സമയമേ കിട്ടുള്ളൂ.
ആ സമയം മാക്സിമം ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിന് വേണ്ടിയിട്ടൊരു ബ്രഹ്മ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD, പിയൂണ്, സ്ട്രോങ് റൂം ഗാർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് LD, കൊച്ചിൻ ദേവസ്വം ബോർഡ് LD, കഴകം, ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ, ഇതിനെല്ലാം ഉപകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ എത്രയും വേഗം 8281-223366 ഈ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. 8281-223366 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കാം. ഇല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡെമോ ക്ലാസ്, അതേപോലെ തന്നെ നോട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. വളരെ കുറച്ച് ആളുകൾ കൂടി മാത്രമേ ഈ ഒരു ബാച്ചിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പം വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്തവർ പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കുക. കാരണം നിങ്ങൾക്ക് വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിലുണ്ട്. ഒരു വേക്കൻസിക്ക് വേണ്ടി 100-ൽ താഴെ ആളുകൾ മാത്രമേ കോമ്പീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിലുണ്ട്. ആ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 8281-223366 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൃത്യമായിട്ട് ഈ ബാച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്ന് അറിഞ്ഞ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.